എല്ലാവർക്കും നമസ്കാരം. ന്യൂ മാസ്റ്റർ ഓഫ് വാസ്തുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേന്ദ്രൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരാളുടെ മരണദോഷങ്ങൾ, ഒരാൾ മരിക്കുവാനുള്ള ദശാപഹാരങ്ങൾ, അവരുടെ കൂട്ടത്തിലുള്ളവരുടെ ദശാപഹാരങ്ങൾ, അതെല്ലാം കൂടി കണക്കിലെടുത്ത് അങ്ങേർക്ക് ദോഷം വരുമോ ഇല്ലയോ, അതിനുള്ള പരിഹാരം ചെയ്താൽ മാറുമോ, അതിനെപ്പറ്റി നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഒരാളുടെ മരണം വളരെ ചെറുപ്പകാലത്ത് തന്നെ വരികയാണ്. മക്കളൊന്നും വലുതായിട്ടില്ല, പെട്ടെന്നുള്ള മരണം പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഈ സമയം നമ്മൾ നോക്കുമ്പോൾ ഈ മരിച്ച ആളിന് അഷ്ടമാധിപൻ്റെ ദശാപഹാരങ്ങൾ തീർച്ചയായിട്ടും അത് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ മരിച്ച ആളുടെ ഭാര്യയ്ക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ 7 നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങൾ എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യയ്ക്ക് വിധവാദോഷം വരാനുള്ള യോഗം. കൂടാതെ മക്കൾക്ക് സൂര്യദശ, അതും സൂര്യൻ മോശം സ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരം. അതുപോലെ തന്നെ അനന്തരവനും സൂര്യൻ്റെ ദശാപഹാരങ്ങൾ. സൂര്യനാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്ന ആൾ. അങ്ങനെ സ്വന്തം അമ്മയ്ക്ക് സന്താന ദുഃഖം 5-ാം ഭാവാധിപൻ്റെയോ 9-ാം ഭാവാധിപൻ്റെയോ ദശാപഹാരങ്ങൾ. അപ്പം ആ ഗ്രഹങ്ങൾ മോശത്തിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും വരികയില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ മരിച്ച ആൾക്കുള്ള ദോഷം വന്നത്. അതുപോലെ തന്നെ ആ മരിച്ചയാളുടെ ഭാര്യയ്ക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരമോ 7 നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരമോ, അത് മോശക്കാരായിരിക്കും, നല്ല ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും അവർക്ക് വിധവാദോഷം വരുന്നത്. അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് സന്താന ദുഃഖം വന്നു. ആ അമ്മയുടെ ദശാപഹാരങ്ങൾ അപ്പോൾ നടന്ന എന്താണ്? 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ ആയ ഗ്രഹത്തിൻ്റെ മോശ ദശാപഹാരങ്ങളായിരിക്കും അത്. കാരണം അവർ മോശത്തിലായിരിക്കും നിന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ അവർ നീചത്തിലായിരിക്കാം, അല്ലെങ്കിൽ പാപമധ്യസ്ഥിതി ഉണ്ടാകാം, അല്ലെങ്കിൽ നീച അംശം ഉണ്ടാകാം, അല്ലെങ്കിൽ നീചന്മാർ നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ശത്രുക്കൾ നോക്കുന്നുണ്ടാകാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. ചിലപ്പോൾ ഗുളികൻ ബാധിച്ചിട്ടുണ്ടാകാം. നമ്മൾ ഒരു കൊല്ലത്തിൽ എപ്പോഴെങ്കിലും നമ്മളൊരു ജ്യോത്സ്യനിൽ നിന്നും നമ്മൾ ഉപദേശങ്ങൾ തേടി ദൈവീകമായ പരിഹാരങ്ങൾ ചെയ്താൽ എന്തായാലും ഈ ദോഷത്തിന് ഒരു കാഠിന്യം കുറയുകയും അത് ആ ദുഃഖങ്ങൾ സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഈ ഗ്രഹങ്ങൾ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ മാറുന്നത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായിരിക്കില്ല. അതേപോലെ ഈ 9 ഗ്രഹങ്ങളും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഒരു ഉപദേശം തേടണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഗ്രഹങ്ങൾ മാറുന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു എപ്പിസോഡ് നമുക്ക് വീണ്ടും ചെയ്യാം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, വേണ്ടപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഒരുക്കുന്നു. നമസ്തേ.